നമ്മുടെ ഇടയിൽ പലതരം ആൾക്കാരുണ്ടല്ലേ. അതായത് ചിലർക്ക് ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, കുറച്ച് നെഗറ്റീവ് ആയിരിക്കും, എല്ലാത്തിനെയും പേടിച്ച് കുറച്ചുകൂടി നെഗറ്റീവ്. അപ്പോൾ ഇതിനെ അവർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. ഇതേപോലെ തന്നെ മെറ്റീരിയൽസിനും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ എ എന്ന് പറയുന്ന ആളും ഈ പേഴ്സൺ ബി എന്ന ആൾക്കും ഡിഫറെൻറ്റ് ക്യാരക്ടർ പോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസിനും എന്തുണ്ട്, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ചില മെറ്റീരിയൽസ് നമ്മുടെ ഇലക്ട്രോൺസിനെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കും. അതേസമയം വേറെ ചില മെറ്റീരിയൽസ് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു മെറ്റീരിയലിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിൻ്റെ പേരാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ആ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ പേരാണ് എന്ത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ ദ മെറ്റീരിയൽ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ പല ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും ഈ റെസിസ്റ്റൻസ് എന്ന ഈ ഒരു ടേമായിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഈ ഒപ്പോസ് ചെയ്യുന്ന ഈ ഫോഴ്സുമായിട്ട് ഭയങ്കര ഡിപ്പെൻഡഡ് ആയിട്ടായിരിക്കും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസിന് ഈ മെറ്റീരിയൽസ് കൊടുക്കുന്ന ഒരു ഫ്രിക്ഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഒരു മെറ്റീരിയൽ, ഒരു വയറുണ്ട്, ഈ വയറിൽ കൂടെ എൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വയറിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ടച്ച് ആവുന്നില്ലേ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, ഇതിങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ടച്ച് ആവുന്നില്ല. അപ്പോൾ ഇതൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് പോലെയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ കൊടുക്കുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് പോലെയാണ് നമ്മുടെ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുക. ഫ്രിക്ഷൻ ആകുമ്പോൾ എന്താവും, അവിടെ ഹീറ്റ് ജനറേറ്റ് ആവും. നമ്മളിപ്പോൾ എന്താ പറയുക, ബൈക്ക് റോഡിൽ ഓടിക്കുക എന്ന് വിചാരിക്കുക. എന്നാൽ കുറേ ദൂരം റോഡിൽ ബൈക്ക് ഓടിക്കുമ്പോൾ എന്താവും, ടയറും റോഡും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവൂലേ, ടയർ കുറേ ആകുമ്പോൾ ചൂടാവൂലേ. അതേപോലെ തന്നെ ഇലക്ട്രോൺസ് ഈ മെറ്റീരിയലിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് പോലെ ഈ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് എന്തായിരുന്നു, റെസിസ്റ്റൻസ് ജനറേറ്റ്സ് ഹീറ്റ്. ഓക്കെ, ജനറേറ്റ് ഹീറ്റ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓമാണ്. ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ഓം എന്നുള്ള സിമ്പൽ വെച്ചിട്ടാണ്. ഇനി എന്താണ് 1 ഓം റെസിസ്റ്റൻസ്? ഇപ്പോൾ എനിക്കൊരു വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വയറിൻ്റെ ഈ 2 ടെർമിനലിന് അക്രോസ് ഞാനൊരു 1 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കൊടുക്കുകയാണ്. ഓക്കെ, 1 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യാമെന്ന് വയ്ക്കുക. ഈ 1 വോൾട്ട് ബാറ്ററി കൊടുക്കുമ്പോൾ എനിക്ക് 1 ആംപിയർ കറണ്ട് ആ വയറിലൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആണെന്ന് പറയാൻ പറ്റും. അതായത് ഒന്നുമില്ല, ഒരു വയറുണ്ട്, അതിൽ ഞാൻ 1 വോൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വയറിന് എനിക്ക് 1 ഓം റെസിസ്റ്റൻസ് ആണ് എന്ന് പറയാൻ പറ്റും. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി കുറേ ടേമിന് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്യാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡഡ് ആണ്, ലെങ്ത് ഓഫ് ദ വയർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ വയർ, പിന്നെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, പിന്നൊന്ന് ടെമ്പറേച്ചർ. ഓക്കെ, നമ്മളിതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകും. ടെമ്പറേച്ചർ ഞാൻ കുറച്ച് ലാസ്റ്റിലോട്ട് വയ്ക്കുകയാണ്. അതിനു മുമ്പ് നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസ് ഫസ്റ്റ് നമ്മളെന്തായിരുന്നു ടേം എന്നുള്ളത് ലെങ്ത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്കൊരു വലിയൊരു പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ആൾക്കാർ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്നത് ആക്ച്വലി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്ര നീളമുണ്ടോ അത്രത്തോളം ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് പറയാം, ഈ ഇത്രയും ദൂരം എനിക്ക് ഈ പൈപ്പ് ക്രോസ് ചെയ്ത് പോകാനാണോ അതോ ഈ ചെറിയ പൈപ്പ് ക്രോസ് ചെയ്ത് പോകാനാണോ എളുപ്പം? ചെറിയ പൈപ്പ് ക്രോസ് ചെയ്യാനായിരിക്കില്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രോൺസിന് നമ്മുടെ ലെങ്ത് ഓഫ് ദ വയർ വരുന്നത്. അതായത് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും, ഈ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കൂടും. അപ്പോൾ ലെങ്ത് ഡിപ്പെൻഡൻസി മനസ്സിലായോ? ലെങ്ത്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും, അതേസമയം ലെങ്ത്ത് കുറയും തോറും റെസിസ്റ്റൻസ് കുറയും. ഇനി അടുത്ത ടേം നമ്മൾ എന്തായിരുന്നു പറഞ്ഞ, ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ അല്ലേ. എനിക്ക് കുറച്ച് വീതിയുള്ള ഒരു പൈപ്പുണ്ട്, ഇതിലൂടെ എനിക്ക്
എൻ്റെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എനിക്ക് ഈ പൈപ്പ് കടന്നു പോകാനായിരിക്കുമോ ബുദ്ധിമുട്ട്, അതോ വളരെ വീതി കുറഞ്ഞ പൈപ്പ് ഇതിലൂടെ എൻ്റെ ആൾക്കാർക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് വേണം നടന്നു പോകാൻ. അപ്പോൾ ഇതിലേതായിരിക്കും ബുദ്ധിമുട്ട്? എനിക്ക് നല്ല വീതിയുള്ള പൈപ്പിൽ കൂടെ പോകാനുള്ള കുറച്ചുകൂടെ എളുപ്പം. പൈപ്പിൻ്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് കുറയും തോറും എന്താവും, എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുള്ള ഡിഫിക്കൽട്ടി കൂടും. ഇതേപോലെ തന്നെ ഇലക്ട്രോൺസിനെയും വയർ മെറ്റീരിയലിനും കണ്ടാൽ മതി. തിക്കർ വയറാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എളുപ്പമായിരിക്കും. തിന്നർ വയറായിരിക്കുമ്പോൾ പോകാൻ ഇലക്ട്രോൺസിന് എന്തുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അതായത് എന്ത് മനസ്സിലാക്കാം, ക്രോസ് സെക്ഷൻ ഏരിയ കൂടിക്കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. പറഞ്ഞ ഡിഫിക്കൽട്ടി കുറയില്ലേ. അതേസമയം എന്താവും, ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാലോ, ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൾക്കാർക്ക് ഈ പൈപ്പിലൂടെ പോകാനുള്ള ഡിഫിക്കൽട്ടി കൂടും, അതായത് റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടേമായ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ കവർ ചെയ്തു. ഇനി മൂന്നാമത്തെ ടേം നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഉണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ രണ്ട് പഠിച്ച നമ്മുടെ ലെങ്ത്തും ക്രോസ് സെക്ഷണൽ ഏരിയയും വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഫോർമുല പോലെ ഡിറൈവ് ചെയ്യാം. അങ്ങനെ നമുക്ക് തേർഡുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, അതേസമയം ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ അല്ലേ. ഇതിന് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ എന്ന് എഴുതാം. ഈ റോ എന്ന് പറയുന്നതാണ് സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി. ഈ റോ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ നേച്ചർ ഓഫ് മെറ്റീരിയലാണ്. അതായത് ഓരോ മെറ്റീരിയലിനും അതിന് ഇൻഡിവിജ്വലായിട്ടുള്ള റെസിസ്റ്റിവിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞ ഡിഫറെൻറ്റ് ക്യാരക്ടറുള്ള പീപ്പിളില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായിട്ടുള്ള റെസിസ്റ്റിവിറ്റി ഉണ്ട്. ആ ഒരു ടേം വെച്ചിട്ട് നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ളത്. റോ ഈസ് ദ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി, അത് മെറ്റീരിയൽ അനുസരിച്ച് ഡിപ്പെൻഡഡ് ആവും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 3 പോയിൻറ്റ്സ്, അതായത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ കവർ ചെയ്തു. ഇനി നാലാമത് ഞാൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചർ എന്നുള്ളത് അല്ലേ. എനിക്കൊരു മെറ്റീരിയലുണ്ട്. ഓക്കെ, എനിക്കൊരു മെറ്റീരിയലുണ്ട്. ഇതിന് എൻ്റെ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ എനിക്ക് 25 ഡിഗ്രി ആയിരുന്നു എന്ന് വയ്ക്കുക. 25 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇതിന് എനിക്കൊരു 5 ഓം റെസിസ്റ്റൻസ് ആയിരുന്നു. ഇതേ സമയം ഞാൻ ഈ 25 ഡിഗ്രി എന്നുള്ളത് 30 ഡിഗ്രി സെൽഷ്യസ് ആക്കി. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 5 എന്നുള്ളത് ഒരു 10 ഓം ആയിട്ട് മാറിയെന്ന് വിചാരിക്കുക. ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു അല്ലേ. ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന് നമ്മൾ പറയുന്നതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടിക്കൊണ്ടേ വരും. ഇതേപോലെ തന്നെ തിരിച്ചും ഉണ്ടാവും. 5 ഓം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു 25 ഡിഗ്രി സെൽഷ്യസിൽ. ഇതേ സാധനം ഞാനൊരു 28 ഡിഗ്രി സെൽഷ്യസ് ആക്കി കൂട്ടി, എൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എൻ്റെ റെസിസ്റ്റൻസ് എനിക്കൊരു 2 ഓം ആയി എന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ കൂടിയ സമയത്ത് റെസിസ്റ്റൻസ് കുറഞ്ഞു. ഇങ്ങനെയും ചില മെറ്റീരിയൽസ് ബിഹേവ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അവരെ നമ്മൾ പറയുന്ന പേരാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽസ്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയും, ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ഇത് നമ്മുടെ രണ്ടിൻ്റെയും ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ എന്താവും, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എൻ്റെ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് എൻ്റെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽസ്, PTC എന്ന് പറയും. ഇതേ സമയം നമ്മൾ പറഞ്ഞ നെഗറ്റീവ് കോഎഫിഷ്യൻ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിന് നമ്മൾ NTC അല്ലെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഇതുവരെ എല്ലാം ക്ലിയർ അല്ലേ. പിന്നെ റെസിസ്റ്റൻസിനെ നമ്മൾ R എന്നുള്ള സിമ്പൽ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. സിമ്പൽ നമ്മൾ പറഞ്ഞു ഗ്രീക്ക് ലെറ്റർ ഓം ആണ്. സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി ഇതെല്ലാം വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതായത്
നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള റെസിസ്റ്റൻസിന് നമ്മൾ ഈ റെസിസ്റ്റൻസിൻ്റെ ഇത് വരച്ച ശേഷം ഇങ്ങനൊരു ആരോ വരച്ച് വയ്ക്കും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതായത് ഈ റെസിസ്റ്റൻസ് വേരിയബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മുടെ റെസിസ്റ്റൻസ് നമ്മൾ പല ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചിലവിടെ നമ്മൾ കറണ്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനീഷ്യലി ഇവിടുത്തെ വോൾട്ടേജ് ഈ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 0 ആയിരിക്കില്ലേ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ വലിയൊരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഹൈ കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യും. അത് തടയാനായിട്ട് നമ്മളിവിടെ ചിലപ്പോൾ റെസിസ്റ്റേഴ്സ് വെക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് വോൾട്ടേജ് ഡിവൈഡർ ആപ്ലിക്കേഷനാണ്. എനിക്കിപ്പോൾ ഒരു റെസിസ്റ്ററുണ്ട്, ഇവിടെ വേറൊരു റെസിസ്റ്ററുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇതിന് സപ്ലൈ ഇങ്ങനെ കൊടുക്കുന്നു, ഒരു വി എന്നുള്ള സപ്ലൈ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടെ എന്താവും, ഇവിടെ എനിക്ക് V1ഉം V2ഉം ആയിട്ട് വോൾട്ടേജ് ഡിവൈഡ് ആവില്ല. അപ്പോൾ എനിക്ക് ആക്ച്വലി എവിടെ നിന്ന് വേണമെങ്കിലും വോൾട്ടേജ് എടുക്കാം. ഞാനിപ്പോൾ ഈ മിഡ് പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ആക്ച്വലി എനിക്ക് V2 വോൾട്ടേജ് തന്നെ ഇവിടെ കിട്ടുന്ന. അപ്പോൾ ഇവിടെ ആക്ച്വലി ഞാൻ എന്താ ചെയ്ത്, ഞാൻ V എന്നുള്ള വോൾട്ടേജ് കൊടുത്തിട്ട് എനിക്ക് V2 എന്നുള്ള വോൾട്ടേജ് കിട്ടി. അതായത് ഈ ഒരു സെയിം വോൾട്ടേജിനെ ഞാൻ 2 വോൾട്ടേജായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു അക്രോസുള്ള വോൾട്ടേജ് മാത്രമായിട്ട് ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചില റെയർ ആയിട്ടുള്ള ചില ഇതിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒപ്പോസിഷനാണ്, ഫ്രിക്ഷനാണ്, അവിടെ ഹീറ്റ് ജനറേറ്റ് ആകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചില വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസിൽ ഹീറ്റ് ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മുടെ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്, ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ്, അതെങ്ങനെയാണെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ നമ്മൾ ഒരു പൈപ്പ് കുറച്ച് മനുഷ്യരെയും വെച്ചിട്ടാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ.